ചുറ്റുമുള്ള ആളുകൾ എല്ലാവരും ആയുർവേദ ഡോക്ടേഴ്സാണ്. ഇടലി വേദനയുണ്ടോ? എങ്കിൽ കർപ്പൂരാദിയും സഹചരാദിയും കൊട്ടൻ ചുക്കാദിയും കൂടെ മിക്സ് ചെയ്തിട്ട് 3 നേരം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് കുളിക്കാം. എല്ലാം മാറിക്കോളും. സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലല്ലേ ആയുർവേദ മരുന്നിന്. എന്ത് സൈഡ് എഫക്ട്? കിഞ്ചൊറിച്ചിലും ബുദ്ധിമുട്ട് വേണം. എനിക്കും ഇതേ പ്രശ്നമായിരുന്നു. കതിരാരിഷ്ടം കഴിച്ചാൽ മതി, ബെസ്റ്റ് ആണ്. ചൊറിച്ചിലും എന്ത് പ്രശ്നം സ്കിന്നിന്റെ ഉണ്ടെങ്കിലും കതിരാരിഷ്ടം മതി. ഷുഗർ ഉണ്ടെങ്കിലൊക്കെ എന്നാ അരിഷ്ടമൊക്കെ കുടിക്കാം, അതൊന്നും ഒരു പ്രശ്നമൊന്നും ഇല്ല. ആയുർവേദ മരുന്നിന് എന്ത് സൈഡ് എഫക്ട്? ഈയിടെ പോയപ്പോ കുറച്ച് അരിഷ്ടവും ടാബ്ലറ്റും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഗ്യാസ് വന്നപ്പോ ഞാനും അതും കഴിച്ചു. നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ഇത് തന്നെ കഴിച്ചോ, ഒരു കുഴപ്പമില്ല, ഒരു സൈഡ് എഫക്റ്റും ഇല്ല. ധൈര്യമായിട്ട് കഴിച്ചു. കാരണം എന്താണെന്നറിയോ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവർ മെഡിസിൻസ് എടുത്തിട്ടുണ്ടായിരിക്കും. മെഡിസിൻസ് എടുത്ത് റിസൾട്ട് വന്ന ഉടനെ അവർ സെൽഫ് പ്രൊക്ലെയിംഡ് ആയിട്ട് അങ്ങ് തീരുമാനിക്കുകയാണ്, എനിക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഒരുപാട് പേരെ കാണുന്നതാണ് ഇങ്ങനെ. ഇത് പ്രത്യേകിച്ച് പറയാൻ കാരണം, നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഹെൽത്ത് കണ്ടീഷനിൽ ചിലപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടായിരിക്കാം ഈ മെഡിസിൻസ് തന്നിട്ടുണ്ടാവുക. പക്ഷെ മറ്റൊരാൾക്ക് ഇത് എഫക്ട് ചെയ്യണമെന്നില്ല. കാരണം ആയുർവേദ ബിലീവ് ചെയ്യുന്നത് ഓരോ ബോഡിക്ക് ഓരോ കോൺസ്റ്റിറ്റ്യൂഷനാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് വാദം, പിത്തം, കഫം അല്ലെ. സോ ഈ കോൺസ്റ്റിറ്റ്യൂഷന് ബേസ് ആയിട്ടാണ് ഓരോ മെഡിസിൻസും ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അവരുടെ ദോഷബലം, രോഗിബലം, രോഗാവസ്ഥ, അവരുടെ ഡൈജഷൻ, അവരുടെ സ്ട്രെസ്, അവരുടെ സ്ലീപ്പ്, അവരുടെ മോഷൻ ഹാബിറ്റ്സ്, ഇതെല്ലാം കൺസേൺഡ് ആയിട്ടാണ് ഞങ്ങൾ മെഡിസിൻസ് കൊടുക്കുന്നത്. നമ്മൾ തന്നെ ഒരു മെഡിസിൻസ് കൊടുക്കുമ്പോൾ അശ്വഗന്ധ കൊടുക്കണോ അല്ലെങ്കിൽ ശതാവരി കൊടുക്കണോ, അങ്ങനെ എത്രയോ പ്രാവശ്യം ചിന്തിച്ചിട്ടാണ് നമ്മൾ ഓരോ മെഡിസിൻസും പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് ഞാൻ റീൽസിലും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ത്രൂ കാണുന്നത്, നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടോ, നിങ്ങൾക്ക് ഉറക്കക്കുറവുണ്ടോ, ഗോ ആൻഡ് ടേക്ക് അശ്വഗന്ധ. എത്ര എടുക്കണം, നിങ്ങളുടെ ഇഷ്ടം പോലെ എടുത്തോളൂ. എല്ലാവരും സെൽഫ് പ്രൊക്ലെയിംഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ്. സോ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആയുർവേദ മരുന്നുകൾക്ക് സൈഡ് എഫക്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന്റെ പ്രസക്തിയാണ്. തീർച്ചയായിട്ടും അണ്ടർലൈൻ ചെയ്തെടുത്തോളൂ, ആയുർവേദ മെഡിസിൻസിന് സൈഡ് എഫക്ട്സ് ഉണ്ടാകും ഇഫ് യു ആർ നോട്ട് ടേക്കിംഗ് അണ്ടർ ദ ഗൈഡൻസ് ഓഫ് എ ഡോക്ടർ. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ടോ നിങ്ങളുടെ ഫാമിലി മെമ്പറോ സജസ്റ്റ് ചെയ്ത ഒരു മരുന്നാണെന്നുണ്ടെങ്കിൽ, നിങ്ങളത് പ്രോപ്പറായിട്ട് അല്ല കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൈഡ് എഫക്ട് വരും. അതുകൊണ്ട് ആയുർവേദ മെഡിസിൻസിന് ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം എന്നുള്ള തെറ്റായ ധാരണ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ഒരു ഹെൽത്ത് കണ്ടീഷൻ ആണെങ്കിലും, അതൊരു ആയുർവേദ മെഡിസിൻ ആണെങ്കിലും ആയുർവേദ ഹെർബ് ആണെങ്കിലും, അതൊരു ഡോക്ടറിന് മാത്രമേ പ്രിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് ആയുർവേദം അല്ലെങ്കിൽ BAMS മരുന്നുകൾ കൊടുക്കുക എന്നുള്ളത് വളരെ ഈസിയാണെന്ന് വിചാരിച്ച് ഇതുപോലെയുള്ള മരുന്നുകൾ കഴിച്ച് ആയുർവേദത്തിന്റെ ശരിയായ രീതിയിലുള്ള അതിന്റെ പവിത്രത നശിപ്പിക്കാതിരിക്കുക. കറക്റ്റായിട്ട് ആയുർവേദം മനസ്സിലാക്കി ഒരു ഡോക്ടറിന്റെ സഹായത്താൽ മാത്രം ആയുർവേദ മരുന്നുകൾ സേവിക്കുക. താങ്ക് യു സോ മച്ച്.